ഇന്ന് മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു കോമൺ മെഡിക്കൽ കണ്ടീഷനാണ് ഫാറ്റി ലിവർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലിവറിനകത്ത് ഫാറ്റി ഡെപ്പോസിഷൻ കൂടി വരുന്നൊരു കണ്ടീഷൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാവുന്ന ഒരു വില്ലൻ അസുഖമായിട്ട് ഇത് മാറിയേക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ലിവർ ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ എന്നീ ഘട്ടങ്ങളിൽ എത്തുമ്പോഴായിരിക്കും നമ്മുടെ ശരീരം ഇതിനെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. സ്റ്റൊമക്ക് ഡിസ്കംഫർട്ട്, അസിഡിറ്റി, നമ്മുടെ ഇൻഡൈജഷന്, കോൺസ്റ്റിപ്പേഷന്, ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ എത്തുന്ന സമയത്തായിരിക്കും നമ്മളൊരു ഡോക്ടറെ പോയി കാണുകയും നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവർ എൻസൈം, SGPT ആകട്ടെ, SGOT ഒക്കെ ഹൈ പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്നത് കാണാം. അപ്പോഴായിരിക്കും ഫർദർ ടെസ്റ്റ്, എൻഡോസ്കോപ്പി അല്ലെങ്കിൽ CT സ്കാന്, ബയോപ്സി ഒക്കെ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുക. ആ ഘട്ടങ്ങളിലായിരിക്കും നമ്മുടെ ലിവർ പണി കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. ഫാറ്റി ലിവർ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതായത് ഹൈ ഇൻടേക്ക് ഓഫ് ഷുഗർ, നമ്മൾ മധുരം അധികമായി ഉപയോഗിക്കുക. ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായയിൽ മീഡിയം ചായയാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും കഴിക്കുന്നില്ല എന്നായിരിക്കും നമുക്കൊരു സമാധാനത്തിന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ 3 നേരം കഴിക്കുന്ന അരി ആഹാരം, രാവിലെ കഴിക്കുന്ന, ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ്, ഇതൊക്കെ ഒരു പ്രധാന വില്ലനാണ് ഫാറ്റി ലിവറിൻ്റെ. കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എനർജി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എനർജി ഫാറ്റി രൂപത്തിൽ നമ്മുടെ ലിവറിനകത്തും നമ്മുടെ മസിലിനകത്തൊക്കെയാണ് ശരീരം സ്റ്റോർ ചെയ്യുന്നത്. കാരണം നമ്മളൊരു കാറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്ന ലെവലിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ എണ്ണ അതിനകത്ത് ഫില്ല് ചെയ്യുക. കാരണം അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദിവസം 5 നേരം 6 നേരം ഫുഡ് കഴിക്കും. നമുക്ക് ശരീരത്തിനാകെ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം റൺ ചെയ്യാനുള്ള എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1400 to 1800 കിലോ കലോറി ആയിരിക്കും. പക്ഷേ നമ്മൾ ഓരോ ദിവസവും കഴിക്കുന്നത് 3000, 3200, 4000, 5000 കലോറി ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ എക്സസ് വരുന്ന കലോറി നമ്മുടെ ശരീരം എന്ത് ചെയ്യും? മസിലിനകത്തും അതുപോലെ തന്നെ ഇതേപോലെ ലിവറിനകത്തും സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ കണ്ടീഷനൊക്കെ, ഒബേസിറ്റി ഒക്കെ വരാനുള്ള പ്രധാന കാരണം. രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് ഫുഡുകളാണ്. ജങ്ക് ഫുഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ്, ബർഗേഴ്സ്, സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, ഇങ്ങനത്തെ ഒക്കെ നമുക്ക് അമിതമായ ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷന്, പിന്നെ ചില മെഡിസിൻസ്, പാരസിറ്റമോൾ, അനാൽജസിക് ഒക്കെ കൂടുതലായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ലിവർ ഫങ്ഷൻസിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് അതിന് പ്രധാന പരിഹാരം. അതായത് 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ നമ്മുടെ ലിവർ എൻസൈമിൻ്റെ ലെവൽ അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ലിവർ ഫാറ്റ് ഉള്ളവർക്ക് അതെങ്ങനെ കുറക്കാൻ പറ്റും? അതായത് അമിതമായിട്ടുള്ള ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഹൈ ഷുഗർ കണ്ടൻറ്റ് ഫുഡുകളെല്ലാം ഒഴിവാക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഒരുപാട് ലിവർ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ട് ഫാറ്റി ലിവർ കുറയണം എന്നില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. അതുപോലെ നല്ല ഡയറ്റ്, ഫൈബർ റിച്ച് ഫുഡ്, വെജിറ്റബിളൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ ലെവലിലോട്ട് തന്നെ നമുക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനും കൂടിയിട്ടാണ് ഫാറ്റി ലിവർ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടാവുന്ന ഒരു അസുഖമായിട്ട് ഇത് മാറിയേക്കാം.